UN വേദിയിൽ വീണ്ടും ഇന്ത്യ പാകിസ്ഥാൻ വാക്പോര് നടക്കുന്നു. Join the legacy of excellence at Little Flower Engineering Institute, Kalmasheri. പാകിസ്ഥാന്റെ വായടപ്പിച്ച് യുഎനിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പർവതനേനി ഹരീഷ് ജമ്മു കാശ്മീരിനെ കുറിച്ച് പാകിസ്ഥാൻ നടത്തിയ പരാമർശങ്ങളെ ഇന്ത്യ ശക്തമായി തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ജമ്മു കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ് എന്നും അതിന്റെ പദവിയിലോ ഇന്ത്യയുടെ നിലപാടിലോ യാതൊരു വിധത്തിലുള്ള മാറ്റവും സംഭവിച്ചിട്ടില്ല എന്നതാണ് ഇന്ത്യ വ്യക്തമാക്കിയിരിക്കുന്നത്. UN സുരക്ഷാ കൗൺസിലിന്റെ വാർഷിക റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് നടന്ന ആ ഒരു യോഗത്തിനിടയിലാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ചർച്ചയുടെ പ്രധാന വിഷയമായി നേരിട്ട് ബന്ധമില്ലാത്ത രീതിയിൽ പാകിസ്ഥാൻ വീണ്ടും കാശ്മീർ വിഷയം ഇവിടെ ഉയർത്തിക്കാട്ടുകയാണ് ചെയ്യുന്നത്. ഇതിന് പിന്നിലെ ദുരുദ്ദേശപരമായ നീക്കങ്ങളെ ഇന്ത്യ ശക്തമായി തന്നെ എതിർക്കുകയും മറുപടി നൽകിക്കൊണ്ടാണ് രംഗത്ത് വന്നിരിക്കുന്നത്. ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പർവതനേനി ഹരീഷ് ആയിരുന്നു രാജ്യത്തിന്റെ നിലപാട് കൂടുതൽ വ്യക്തമാക്കിയിരിക്കുന്നത്. പാകിസ്ഥാൻ നടത്തിയ പരാമർശങ്ങൾ പൂർണ്ണമായും അനാവശ്യവും അടിസ്ഥാനരഹിതവുമാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അന്താരാഷ്ട്ര വേദികളെ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാനുള്ള പാകിസ്ഥാന്റെ പതിവ് ശ്രമങ്ങളുടെ ഭാഗമായാണ് ഇത്തരമൊരു പ്രസ്താവന എന്നതും അദ്ദേഹം ഇവിടെ വിമർശനമായി ഉന്നയിച്ചു. അതുപോലെ തന്നെ ജമ്മു കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ് എന്നും അത് ഇന്ത്യയുടെ ഭാഗമാണ് എന്ന കാര്യത്തിൽ യാതൊരു വിധത്തിലുമുള്ള സംശയമില്ല എന്നും ആ ഒരു രീതിയിൽ ഇന്ത്യ ആവർത്തിച്ചുറപ്പിച്ചു പറയുകയാണ് ചെയ്തിരിക്കുന്നത്. ഈ വിഷയത്തിൽ പാകിസ്ഥാൻ എത്ര തവണ പരാമർശങ്ങൾ നടത്തിയാൽ പോലും യഥാർത്ഥത്തിൽ ആ ഒരു യാഥാർത്ഥ്യവുമായി തന്നെ ഒരു മാറ്റവും ഇവിടെ സംഭവിക്കില്ല എന്നതാണ് ഇന്ത്യൻ പ്രതിനിധി വ്യക്തമാക്കിയത്. കഴിഞ്ഞ കുറെ അധികം വർഷങ്ങളിലായി തന്നെ ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര വേദികളിൽ കാശ്മീർ വിഷയം ഉയർത്താൻ പാകിസ്ഥാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും ഇന്ത്യ അത് ആഭ്യന്തര വിഷയമാണ് എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. പ്രത്യേകിച്ച് 2019 ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയതിനു ശേഷം ഈ വിഷയത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ഏറ്റുമുട്ടലുകൾ കൂടുതൽ ശക്തമായിരുന്നു. അതേസമയം ഭീകരവാദം, അതിർത്തി ലംഘനങ്ങൾ, തീവ്രവാദ സംഘടനകൾക്ക് ലഭിക്കുന്ന പിന്തുണ തുടങ്ങിയ വിഷയങ്ങളിൽ അന്താരാഷ്ട്ര സമൂഹം കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നുണ്ട് എന്ന് അത് വ്യക്തമാക്കുകയും ആ സമയത്ത് തന്നെ പാകിസ്ഥാൻ വീണ്ടും രാഷ്ട്രീയ പ്രചരണത്തിനായി UN വേദി ഉപയോഗിക്കുന്നത് കൂടുതൽ അപകടകരമായ തന്നെ ഒരു സന്ദർഭമാണ് എന്ന വിമർശനമാണ് ഇപ്പോൾ ഇവിടെ ഉന്നയിച്ചിരിക്കുന്നത്. അതേസമയം ഐക്യരാഷ്ട്രസഭയുടെ വേദിയിൽ ഇന്ത്യ സ്വീകരിച്ച ഈ നിലപാട് പുതിയതല്ലെങ്കിൽ പോലും അന്താരാഷ്ട്ര സമൂഹത്തോട് ന്യൂഡൽഹി നൽകുന്ന വ്യക്തമായ സന്ദേശമാണിതെന്നതാണ് മറ്റൊരു സൂചന. കാശ്മീർ വിഷയത്തിൽ ഒരു മൂന്നാം കക്ഷിയുടെ ഇടപെടലും ഇന്ത്യ അംഗീകരിക്കുന്നില്ല എന്നും ഇത് പൂർണ്ണമായും ഇന്ത്യയുടെ ആഭ്യന്തര വിഷയമാണ് എന്നും ഇന്ത്യ വീണ്ടും ലോകത്തിന് മുന്നിൽ വ്യക്തമാക്കി തന്നെ നൽകിയിരിക്കുകയാണ്. UN വേദിയിൽ വീണ്ടും കാശ്മീർ വിഷയം ചർച്ചയായപ്പോൾ പാകിസ്ഥാന്റെ പരാമർശങ്ങളെ ശക്തമായി തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഇന്ത്യ അവിടെ കാര്യങ്ങൾ വിവരിച്ചത്. ജമ്മു കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ് എന്നും അത് ആ ഒരു നിലപാട് വീണ്ടും ആവർത്തിച്ചതോടുകൂടി തന്നെ അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യ പാകിസ്ഥാൻ നയതന്ത്ര പോര് ശ്രദ്ധാകേന്ദ്രമായി മാറുകയാണ്. സ്വന്തം രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി പാകിസ്ഥാൻ ആഗോള വേദികളെ ദുരുപയോഗം ചെയ്യുകയാണ് എന്നും ഇത്തരം തെറ്റായ പ്രചരണങ്ങളെ തുറന്നു കാട്ടാൻ ഇന്ത്യ നിർബന്ധിതമായ എന്നതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. പാകിസ്ഥാൻ പ്രതിനിധി അസീം അഹമ്മദിന്റെ പ്രസ്താവനകളെയായിരുന്നു ഇത്തരത്തിൽ ഇന്ത്യ ശക്തമായ ഭാഷയിൽ ചെറുത്തുകൊണ്ട് തള്ളിക്കളഞ്ഞിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.